ഇന്ന് നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് 1/2 കിലോ അരി വെള്ളമൊഴിച്ച് 3-4 പ്രാവശ്യം നന്നായി കഴുകി വെള്ളം ക്ലിയർ ആവുന്നവരെ കഴുകിയിട്ട് പിന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കണം. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും കുതിർന്ന് കിട്ടും. അര കിലോ അരി എന്ന് പറയുമ്പോൾ 3 കപ്പ് അരിയാണ്. അതിലേക്ക് 1 മണിക്കൂറിന് ശേഷം അരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ട്. ഇങ്ങനെ അടച്ച് നോക്കിയാൽ അറിയാം കുതിർന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കും. ഇതിലേക്ക് കുതിർന്ന അരി വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം അതിലേക്ക് തന്നെ തേങ്ങ, ചോറ്, ഇത് തേങ്ങ വെള്ളമാണ്. അത് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വെള്ളമാണ്. അതൊഴിച്ചിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം, വെള്ളം കൂടെ പോകരുത്. ഇനി അരച്ചിട്ട് വരാം. 1 ടീസ്പൂൺ പഞ്ചസാര, അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇതാണ് ഈസ്റ്റ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് വയ്ക്കാം. ഇങ്ങനെ ചെയ്യണത് ഈസ്റ്റ് പൊങ്ങി വരുന്ന ഈസ്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇളം ചൂടുള്ള വെള്ളത്തിൽ 10 മിനിറ്റ് നേരം ഇതിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇങ്ങനെ നന്നായിട്ട് മിനുസായിട്ട് അരച്ചെടുക്കണം. അത് 2-3 പ്രാവശ്യമായിട്ട് ഇത്രയും അരി അരച്ചെടുക്കണം. വെള്ളം അധികം ആവാണ്ട് നോക്കണം. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ മാവ് സെയിം മാവ് തന്നെ വട്ടയപ്പം ഉണ്ടാക്കാം നമുക്ക്. ഇത് ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും ഇതിനെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി ഒഴിക്കും. ഇത് ഇഡ്ഡലി അരിയാണ് ഇതിനായിട്ട് എടുത്തേക്കുന്ന അരി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അതിൽ 1 ടീസ്പൂൺ ഈസ്റ്റിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി യോജിപ്പിച്ച് വയ്ക്കും. ഇനി ഇതൊരു 4 മണിക്കൂർ നേരം 4-5 മണിക്കൂർ സമയമെടുക്കും പൊങ്ങി വരാൻ. അപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങും. ഇത് ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ല വലിയ പാത്രത്തിലാക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് മാവ് പൊങ്ങുമ്പോൾ താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊങ്ങാനുള്ള സ്ഥലം കൂടി വേണം പാത്രത്തിൽ. വെള്ളത്തിൻ്റെ പാകം ഇതാണ്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട്. മാവ് അരച്ച് വെച്ചത് 5:30-ക്കാണ്. ഇപ്പോൾ 7:45 മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് അധികം ഇട്ട് ഇളക്കാൻ പാടില്ല. കുറേശ്ശെ ഇങ്ങനെ മീതൊന്ന് എടുത്ത് വയ്ക്കണം. അധികം ഇളക്കി കഴിഞ്ഞാൽ ഈ പൊങ്ങിയതൊക്കെ താന്നു പോകും. അപ്പം സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്.